അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ഇസ്രാ മിഅ്റാജ് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ട ചില ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, പ്രതിസന്ധികളിലെ ഒരു ആശ്വാസം. ഏത് പ്രതിസന്ധി ഉണ്ടായാലും നമുക്കൊരു ആശ്വാസം ഉണ്ടാവണം. നോക്കൂ, കഠിനമായ ദുഃഖങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് നൽകുന്ന വലിയൊരു ആശ്വാസമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. തീർച്ചയായിട്ടും പ്രയാസത്തിന്റെ കൂടെ, ഞെരുക്കത്തിന്റെ കൂടെ ഒരു ആശ്വാസം, ഒരു എളുപ്പുണ്ടാവുന്നുള്ളത്. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്രാ നടന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇസ്രാ നടന്നതാണ്. നോക്കൂ, മക്കയും തോയിഫും ആ ഭൂമി മുഴുവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാതെ വന്നപ്പം ആകാശ ലോകം അതിന്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കും. ആകാശ ലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മർഹബൻ മർഹബൻ യാ റസൂലല്ലാഹ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആകാശ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രയാസത്തിന്റെ കൂടെയും ഒരു എളുപ്പം സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന സത്യമാണ്, ഗുണപാഠമാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്കൊരു എളുപ്പം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ്. നോക്കും, മറ്റെല്ലാ കർമ്മങ്ങളും നമ്മുടെ ദീനിലെ, ഇസ്ലാമിലെ ഓരോ ആരാധനാ കർമ്മങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഭൂമിയിൽ വെച്ചിട്ടാണ് അത് നൽകിയത് എങ്കിൽ നമസ്കാരം എന്ന വലിയ ഇബാദത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കൊടുക്കുകയാണ്. ഒരാൾ മുഖേനയല്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലും അവിടേക്ക് അല്ലാഹു കടത്തിവിട്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം കൊണ്ടുവന്ന് തന്റെ അടുത്ത് നിന്ന് നേരിട്ട് കൊടുക്കുന്ന ഒരു ആരാധന കർമ്മമാണ് എന്ത്? ഇതിന്റെ ഇടയിൽ വേറെ ഒരു ദൂതർ അതിന്റെ ഇടയിലില്ല. അത്രമാത്രം പ്രിയപ്പെട്ടതും മഹത്വമുള്ളതാണ് എന്ത്? ഈ ആരാധനാ കർമ്മം, നമസ്കാരം എന്നത്. ആ ഒരു രൂപത്തിലെ ഈ നമസ്കാരത്തെ നമുക്ക് എന്ത് ചെയ്യണം? കാണാൻ കഴിയണം. ആ ഗൗരവത്തിൽ നമ്മൾ നമസ്കാരത്തെ സമീപിക്കണം. അതേപോലെ തന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. ബുദ്ധിക്കും അപ്പുറമുള്ള കാര്യങ്ങളെ അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വസിക്കുക എന്നതാണ് ഈമാനിന്റെ കാതൽ. അത് നമ്മൾ ആ രൂപത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇസ്രാ നടന്നു, മിഅ്റാജ് നടന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് അതേ രൂപത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. മഹാനായ സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഈമാൻ അത് എടുത്തു പറയേണ്ടതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന നാമം എപ്പം കിട്ടിയതെന്നറിയോ? അത് ഇസ്രാഇന് ശേഷം കിട്ടിയതാണ്. ഇസ്രാ എന്ന ആ വലിയൊരു സംഭവത്തെ സിദ്ദീഖുൽ അക്ബർ, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യാതൊരു സംശയമില്ലാതെ അതാണ് ഈമാനിന്റെ ശക്തി എന്നുള്ളത്. ആ ഒരു ഈമാൻ നമുക്ക് ബുദ്ധിക്കും അപ്പുറമുള്ള വിഷയത്തിൽ, ഗൈബിയായ വിഷയത്തിൽ ഈമാനോടുകൂടി ചിന്തിക്കാൻ, അത് ആ രൂപത്തിൽ വിശ്വസിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? സാധിക്കണം. ഈ 2-3 വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇസ്രാഇനെയും മിഅ്റാജിനെയും നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.